നമസ്കാരം. വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തേങ്ങയ്ക്ക് വില കുത്തനെ ഉയർന്നതോടെ വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തേങ്ങാ മോഷണവും രൂക്ഷമായി. ഈസ്റ്റ് അരിക്കാഞ്ചിറ വളവിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ തേങ്ങ മോഷണം പോയത്. ഉടമകൾ തിരൂർ പോലീസിൽ പരാതി നൽകി. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തേങ്ങയുടെ വില വർദ്ധിച്ചതോടെ തേങ്ങാമോഷണം പെരുകിയിരിക്കുകയാണ് ഈസ്റ്റ് അരിക്കാഞ്ചിറ വളവിൽ പ്രദേശത്ത്. പ്രദേശവാസികളായ മൂത്തേടത്ത് അബ്ദുറഹ്മാൻ, സഹോദരങ്ങളായ അബ്ദുൽ ഖാദർ, മുഹമ്മദ് യൂസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തേങ്ങയാണ് വ്യാപകമായി മോഷണം പോയത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശമാണിത്. രാത്രി സമയങ്ങളിൽ മയക്കുമരുന്ന് ലോബികളുടെ വിഹാര കേന്ദ്രം കൂടിയാണിതെന്ന് പറയുന്നു. ഇത് മയക്കുമരുന്നിന്റെ ഇത് ആസ്തി അതുകൊണ്ട് ഇവിടെ കളിക്കാർ മയക്കുമരുന്ന് കുട്ടികൾക്ക് അത് സ്കൂൾ കുട്ടികൾ നടത്തി ഇന്നലെ രണ്ടെണ്ണുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇവിടെ നിന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിൽക്കാണ്ട, ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നാൽ നിങ്ങളും കുടുങ്ങാൻ നിൽക്കണ്ട, നിങ്ങൾ ചെയ്തില്ല കാര്യം ആദ്യം അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ കാര്യം, നിങ്ങൾക്ക് ഇവിടെ വലിയ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇതാക്കി. അപ്പം അഞ്ചനും മുജീബും ഉണ്ടായിരുന്നു, അവരും കൂടി ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ഒറ്റങ്ങൾ കഴിയും. ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഇത് കണ്ടില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ആയുധങ്ങളേറ്റ് വന്ന് ചെയ്തതാണ്. രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും അവർ ആക്രമിക്കും, അത് ഉറപ്പാണ്. എങ്കിലും ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ ടോർച്ച് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി ഞാൻ മിഞ്ഞാന്ന രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒന്നുമില്ല, അവർക്കറിയാം ഇന്നലെ സംഭവിച്ചു കൊണ്ട് ഇനിയിപ്പോൾ പോലെ ഇന്ന് വന്നൊരു കാര്യമില്ല. എങ്ങനെയായാലും ഇത് പോലീസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരിന്ന് വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് കർശനമായിട്ട് തന്നെ നല്ല ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ മുമ്പ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങുകളൊക്കെ തയ്യായിരുന്ന സമയത്ത് നമ്മൾ വേറെ ഇത് കയറാതിരിക്കാൻ വേണ്ടി പലതും ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യലില്ല. ഈ അധികാരികളോട് നമ്മൾ ചോദിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, നിയമ നടപടി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അത് വളരെ മോഷ്ടാക്കൾക്ക് എട്ടിന്റെ പണിയായിരിക്കും. അതെല്ലാം കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാം. കാരണം തേങ്ങക്ക് വില മുമ്പിൽ തീരില്ലായിരുന്നു. ആ സമയത്ത് പോലും ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്ന തെങ്ങുകളാണ് അതൊക്കെ. പിന്നെ ഇന്നല്ലെങ്കിലും നാളെ തെങ്ങക്ക് വില കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തൈകൾ വെക്കുന്നതും. ഇതിപ്പോ നമ്മൾ കടം കളി വാങ്ങിയിട്ടാണ് ഇത്ര ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് വളടിച്ചത്. ഇനിയിപ്പോ രണ്ടാമത് വളടിക്കാനായി എല്ലാ കൊല്ലം കൊല്ലം ഇവിടുത്തെ മണ്ണിനേറ്റാൽ ഒരു കൊല്ലം വളട്ടില്ലെങ്കിൽ തെങ്ങിന്റെ ക്ഷീണം മാറില്ല, തെങ്ങിന് ക്ഷീണം പറ്റും. അപ്പൊ നമ്മൾ ഈ മണ്ണിൽ എല്ലാ കൊല്ലം വളർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് കർഷകർക്ക് ഒരു തെങ്ങുമെന്നൊരു വരുമാനം കിട്ടുന്നത്. മിഞ്ഞാന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. ഇത് കംപ്ലീറ്റ് ഇത് 1-2 ആൾക്കാർ ചെയ്ത പണിയല്ലത്, ഇത് ഗ്യാങ് ആയിട്ട് വന്നിട്ട് ചെയ്ത പരിപാടികളാണ് ഈ കാര്യങ്ങൾ. പല ഭാഗങ്ങളിലുണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടത്. കർഷകർക്ക് ഇപ്പോഴാണ് കുറച്ചൊരു തെങ്ങുകൊണ്ട് ഒരു ഇത് നമുക്ക് കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. വിദ്യാർത്ഥികളടക്കം ചില സമയങ്ങളിൽ ഇവിടെ എത്താറുള്ളതായും പറയുന്നു. നേരത്തെ തേങ്ങാമോഷണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം തേങ്ങ മോഷണം പോകുന്നത് ആദ്യമായാണ്. സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെട്ടൻ ന്യൂസ് പറവണ്ണ.